Hi, in this seminar portions, two-dimensional data and probing two-dimensional data. Two-dimensional data. Data with two spatial dimensions get visualized predominantly by mapping the spatial attributes of the data to the spatial attributes of the screen. രണ്ട് സ്പേഷ്യൽ ഡയമെൻഷണൽ ഡേറ്റേനെയാണ് ടു ഡയമെൻഷണൽ ഡേറ്റ എന്ന് പറയുന്നത്. സ്പേഷ്യൽ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇമേജിനെ പിക്സൽ വാല്യൂസ് വെച്ചിട്ടോ അല്ലെങ്കിൽ അതിന്റെ സ്പേഷ്യൽ ലൊക്കേഷൻ വെച്ചിട്ടോ റെപ്രസെന്റ് ചെയ്യുന്നതാണ് സ്പേഷ്യൽ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ. സ്പേഷ്യൽ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ലൊക്കേഷൻ എടുക്കുമ്പോൾ ആ ഇമേജ് അത് എത്രത്തോളം സ്പേസ് ഒക്യുപ്പൈ ചെയ്തിരിക്കുന്നു അതിനെയാണ് സ്പേഷ്യൽ ലൊക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയാണ് രണ്ട് സ്പേഷ്യൽ ഡയമെൻഷനുള്ള ഡേറ്റയാണ് ടു ഡയമെൻഷണൽ ഡേറ്റ എന്ന് പറയുമ്പോൾ. ടു ഡയമെൻഷണൽ ഡേറ്റ ആർ വിഷ്വലൈസ്ഡ് predominantly by mapping the spatial attributes of the data to the spatial attribute of the screen. ഡേറ്റയുടെ സ്പേഷ്യൽ അട്രിബ്യൂട്ട്സ് സ്ക്രീനിന്റെ സ്പേഷ്യൽ അട്രിബ്യൂട്ട്സ് ആയിട്ട് മാപ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് ടു ഡയമെൻഷണൽ ഡേറ്റ വിഷ്വലി കാണാൻ പറ്റുന്നത്. ടു ഡയമെൻഷണൽ ഡേറ്റ അങ്ങനെ നമ്മൾ മാപ്പ് ചെയ്യുമ്പം ഇത് 6 രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് വൺ ഇമേജ്, റബ്ബർ ഷീറ്റ്, സിറ്റി സ്പേസ്, സ്കാറ്റർ പ്ലോട്ട്, മാപ്പ്, കോണ്ടർ. First one image. Results if a single data value at each location is mapped to color and all intermediate pixels are colored via interpolation. ഒരു ഇമേജ് ക്രിയേറ്റ് എന്ന് പറയുമ്പോൾ ഓരോ ലൊക്കേഷനിലുള്ള ഓരോ ഡേറ്റയെ കളറുമായിട്ട് മാപ്പ് ചെയ്യും. എന്നിട്ട് ബാക്കി ഇന്റർമീഡിയറ്റ് പിക്സൽസ് എന്ന് പറഞ്ഞാൽ രണ്ട് പോയിന്റ്സിന്റെ ഇടയ്ക്ക് വരുന്ന പിക്സൽസിനെ നമുക്ക് ഇന്റർപൊലേഷൻ വഴി കളർ ചെയ്യാം. ഇന്റർപൊലേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് അൺനോൺ വാല്യൂസ് ഉണ്ടെങ്കിൽ അതിന്റെ ഇടയ്ക്ക് രണ്ട് നോൺ വാല്യൂസ് ഉണ്ടെങ്കിൽ അതിന്റെ ഇടയ്ക്ക് അൺനോൺ വാല്യൂസ് ഫിക്സ് ചെയ്തിട്ട് ബാക്കി എല്ലാം അങ്ങ് ഫില്ലാക്കും. അതിനാണ് ഇന്റർപൊലേഷൻ എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണ് ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇമേജിന്റെ എക്സാമ്പിൾ ആണ് സ്കള്ള്. MRI ഡേറ്റ സെറ്റ് ആണ്. അത് 256 levels of grade. Second one, rubber sheet. A rubber sheet results if the data, whether regularly or regularly spaced, is mapped to the height of a point in 3 dimensions with the points triangulated so that a surface can be formed. റബ്ബർ ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഓരോ പോയിന്റും നമ്മൾ ആദ്യം ഇമേജ് പിക്സലായിട്ട് മാപ്പ് ചെയ്യും. എന്നിട്ട് അതിനകത്തൊരു തേർഡ് വാല്യൂ എപ്പോഴും കാണും. ആ തേർഡ് വാല്യൂ ആണ് ഹൈറ്റിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഓരോ പോയിന്റും നമ്മൾ ഇമേജ് പിക്സലായിട്ട് മാപ്പ് ചെയ്യുമ്പോൾ കുറച്ച് വാല്യൂസ് ഒക്കെ മിസ്സിംഗ് ആയി പോകും. മിസ്സിംഗ് വാല്യൂസ് നമുക്ക് ഇന്റർപൊലേഷൻ വഴി മാപ്പ് ചെയ്ത് ഫില്ലാക്കാം. അപ്പൊ നമ്മൾ ഇങ്ങനെ ഫില്ലാക്കുമ്പോൾ ഹൈറ്റിനെ അങ്ങനെ ഫില്ല് ചെയ്യുമ്പോൾ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യും. ആ ട്രയാങ്കിൾ ഫോം ചെയ്യുമ്പോൾ ഒരു സ്മൂത്ത് സർഫസ് ആകും. അങ്ങനെയാണ് റബ്ബർ ഷീറ്റ് ക്രിയേറ്റ് ആകുന്നത്. ഈ താഴെ കൊടുക്കുന്ന എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ റബ്ബർ ഷീറ്റ് ഡിസ്പ്ലേ ഓഫ് ദ ഹൈറ്റ് എബോവ് ആൻഡ് ബിലോ സീ ലെവൽ ഫോർ ദ സൗത്ത് ഈസ്റ്റ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. Third one, cityscape. A cityscape is formed by drawing three-dimensional objects, generally boxes at locations on a plane where the data can control the attributes of the graphical objects, that is height and color. ഈ സിറ്റിസ്കേപ്പ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി റബ്ബർ ഷീറ്റ് ആയിട്ട് സിമിലാരിറ്റി ആണ്. പക്ഷേ ഇന്റർമീഡിയറ്റ് പോയിന്റ്സ് നമ്മൾ ഇന്റർപൊലേറ്റ് ചെയ്യാതെ വരയ്ക്കുന്നത്. സിറ്റിസ്കേപ്പ് എന്ന് പറഞ്ഞാൽ ഗ്രാഫിക്കൽ ഒബ്ജക്ട്സ് ആയിട്ടുള്ള ഹൈറ്റിനെയും കളറിനെയും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന പ്ലെയിൻ്റെ ലൊക്കേഷനിൽ ത്രീ ഡയമെൻഷണൽ ഒബ്ജക്ട്സ് ആയിട്ടുള്ള ബോക്സസിനെ കൊണ്ട് വരയ്ക്കുന്നതാണ് സിറ്റിസ്കേപ്പ്. സിറ്റിസ്കേപ്പിന്റെ എക്സാമ്പിൾ ആണ് താഴെ കൊടുത്തേക്കുന്നത്. വെർച്വൽ റിയാലിറ്റി ലാൻഡ്സ്കേപ്പ് എന്നും പറയാറുണ്ട്. A scatter plot results if at each location on the plot the data values control the color, shape or size of a marker. ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള ഡേറ്റ വാല്യൂസിനെ നമ്മൾ മാപ്പ് ചെയ്യും ഓരോ ലൊക്കേഷനിലോട്ട്. അപ്പൊ ഇങ്ങനെ ചിന്തിച്ചിട്ട് കിടക്കും. അതിനെയാണ് സ്കാറ്റർ പ്ലോട്ട് എന്ന് പറയുന്നത്. ഈ സ്കാറ്റർ പ്ലോട്ടിലെ ഡേറ്റ വാല്യൂസ് ആണ് എപ്പോഴും കളറിനെയോ ഷേപ്പിനെയോ സൈസിനെയോ ഒക്കെ കൺട്രോൾ ചെയ്യുന്നത്. ഷേപ്പ് സൈസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് ഡേറ്റ വാല്യൂസ് ആണ്. One, map. A map results if the data contains linear and area features as well as point objects. മാപ്പ് എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് ലീനിയർ റോഡ്, സ്ട്രീംസ്, ഏരിയ ഫീച്ചേഴ്സ്, അതായത് ലേക്ക് ഓഫ് പൊളിറ്റിക്കൽ ബൗണ്ടറീസ്, അങ്ങനത്തെ ഉള്ള വലിയ വലിയ ഏരിയാസ്, വലിയ വലിയ കാര്യങ്ങൾ. പോയിന്റ് ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ കുഞ്ഞു കുഞ്ഞായിട്ടുള്ള കാര്യങ്ങൾ. യൂട്ടിലിറ്റി പോൾസ്, സ്കൂൾസ്, ഹോസ്പിറ്റൽസ്, അങ്ങനത്തെ കാര്യങ്ങളാണ് പോയിന്റ് ഫീച്ചേഴ്സ്. ഇതിൻ്റെ ഒരു കളക്ഷനാണ് മാപ്പ്. ലീനിയർ ഫീച്ചേഴ്സിനെ എപ്പോഴും റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു കണക്റ്റഡ് കോർഡിനേറ്റ്സ് വെച്ചിട്ടാണ്. അതായത് ഓരോ ഏരിയയുടെയും കോർഡിനേറ്റ്സ് കണ്ടുപിടിച്ചിട്ട് അതിങ്ങനെ വരിയായി നമ്മളിങ്ങനെ വരച്ചു പോകും. അങ്ങനെ വരയ്ക്കുമ്പോൾ ഒരു ലൈൻ ക്രിയേറ്റ് ആകും. മാപ്പിൽ കാണപ്പെടുന്ന ഇങ്ങനെ ലൈൻസും നാരോ ലൈൻസ് ഒക്കെ ബ്ലൂ കളറൊക്കെ ആണെങ്കിൽ സ്ട്രീംസിനെ റെപ്രസെന്റ് ചെയ്യും, അല്ലെങ്കിൽ റോഡിനെയൊക്കെ റെപ്രസെന്റ് ചെയ്യും.
ലേക്കിനെയും പൊളിറ്റിക്കൽ ബൗണ്ടറീസിനെയൊക്കെയാണ് ഏരിയ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അതായത് വലിയ വലിയ ലേക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതായിരിക്കും. അങ്ങനെ വലിയ ഏരിയസിനെയും വലിയ വലിയ പൊളിറ്റിക്കൽ ബൗണ്ടറീസിനെയും കൺട്രിയുടെ ഒക്കെ ബൗണ്ടറീസിനെയൊക്കെയാണ് ഏരിയ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അതിന് ക്ലോസ്ഡ് കോണ്ടർ വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത്. ക്ലോസ്ഡ് കോണ്ടർ എന്ന് പറഞ്ഞാൽ ഈ കോർഡിനേറ്റ്സ് ആദ്യം കണ്ടുപിടിക്കും ഒരു ഏരിയയുടെ. അതിനുശേഷം ആ കോർഡിനേറ്റ്സിന്റെ ഫസ്റ്റ് പോയിന്റ് ലാസ്റ്റ് പോയിന്റും സെയിം ആയിരിക്കും. അങ്ങനെ സെയിം ആവുമ്പം അത് ഇങ്ങനൊരു വട്ടത്തിലാവും. എന്നുവെച്ചാൽ അത് ക്ലോസ്ഡ് ആകും. അങ്ങനെയാണ് ഒരു ക്ലോസ്ഡ് കോണ്ടർ ക്രിയേറ്റ് ചെയ്യുന്നത്. കോണ്ടേഴ്സ് വെച്ചിട്ടാണ് ഏരിയ ഫീച്ചേഴ്സ് റെപ്രസെന്റ് ചെയ്യുന്നത്. These are generally rendered by converting the data coordinates to screen coordinates and drawing a polygon on the display. This might be filled with semantically meaningful color, texture, pattern, or period symbols. ജനറലി റെൻഡേർഡ് എന്ന് പറഞ്ഞാൽ ജനറലി കവേർഡ്. റെൻഡേർഡ് എന്ന് പറഞ്ഞാൽ കവേർഡ്. അതായത് ഇത് മിക്കപ്പോഴും ഇതിനെ കവർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡേറ്റ കോർഡിനേറ്റ്സിനെ ആദ്യം സ്ക്രീൻ കോർഡിനേറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതിനുശേഷം ഒരു പോളിഗൺ നമ്മൾ പോളിഗൺ വരയ്ക്കും ഡിസ്പ്ലേക്കകത്ത്. മാപ്പിലൊരു പോളിഗൺ അങ്ങനെയാണ് ഇതിനെ ഡിസ്പ്ലേ ചെയ്യുന്നത്. ആ പോളിഗണിനകത്ത് സിമെൻറ്റിക്കലി മീനിങ് ഫുൾ കളർ, അതായത് റെഡ്, ബ്രൗണ്, ലൈറ്റ് ബ്ലൂ, ഗ്രീൻ, ബ്ലാക്ക്, അങ്ങനത്തെ ഡിഫറെൻറ്റ് കളേഴ്സ്. ഓരോ കളേഴ്സിനും ഓരോ മീനിങ് കാണും. പിന്നെ ടെക്സ്ചർ കൊടുക്കുന്നത് ഡീറ്റെയിൽസ് കൂട്ടാൻ വേണ്ടിയാണ്. പിന്നെ റിപ്പീറ്റ് സിമ്പിൾ, അതായത് ഹോസ്പിറ്റൽസോ സ്കൂൾസോ കുറേ തവണ ഉണ്ടെങ്കിൽ അത് കുറേ തവണ കാണിക്കും. പോയിന്റ് ഫീച്ചേഴ്സ് such as utility poles or schools are generally represented by a symbol plotted or near the specified location. അതായത് ഈ പോയിന്റ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ സ്കൂൾസ്, യൂട്ടിലിറ്റി പോൾസ്, അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ആണ് പോയിന്റ് ഫീച്ചേഴ്സ്. യൂട്ടിലിറ്റി പോൾസ് എന്ന് പറഞ്ഞാൽ ടെലിഫോൺ പോസ്റ്റ്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ മാപ്പിൽ അതിൻ്റെ അടുത്താകുമ്പോൾ ഒരു സിമ്പിൾ കാണിക്കും. അത്രേ ഉള്ളൂ. ഇവിടെ മാപ്പ്. Sixth one, contour or isovalue map. A contour or isovalue map conveys boundary information extracted from an image depicting a continuous phenomenon such as elevation or temperature. കണ്ടിന്യൂസ് ഫിനോമിനൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റത്തില്ല, പക്ഷെ സെൻസ് ചെയ്യാൻ പറ്റും. പക്ഷെ അറിയാൻ പറ്റും. അതിനാണ് കണ്ടിന്യൂസ് ഫിനോമിനൻ എന്ന് പറഞ്ഞത്. അപ്പൊ ഈ എലിവേഷൻ, ടെമ്പറേച്ചറിനെയാണ് കണ്ടിന്യൂസ് ഫിനോമിനൻ. അതേ കണക്കുള്ള കാര്യങ്ങളിലൊക്കെയാണ് കണ്ടിന്യൂസ് ഫിനോമിനൻ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഉള്ള കണ്ടിന്യൂസ് ഫിനോമിനൻ ഡെപ്പിക്റ്റ് ചെയ്യുന്ന ഇമേജിൽ നിന്നും ബൗണ്ടറി ഇൻഫോർമേഷനെ എക്സ്ട്രാക്ട് ചെയ്ത് വരയ്ക്കുന്നതിനെയാണ് കോണ്ടോർ മാപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചല്ലോ ഏരിയ ഫീച്ചേഴ്സ് ആയിട്ടുള്ള ലേക്ക്, പൊളിറ്റിക്കൽ ബൗണ്ടറീസിനെയൊക്കെ റെപ്രസെന്റ് ചെയ്യാനാണ് കോണ്ടോർ ഉപയോഗിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഉള്ള ബൗണ്ടറി ഇൻഫോർമേഷൻ എക്സ്ട്രാക്ട് ചെയ്യുന്നത് ഒരു ഇമേജിൽ നിന്നാണ്. ആ ഇമേജ് എന്തോ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ ഇമേജിനകത്തൊരു കണ്ടിന്യൂസ് ഫിനോമിനൻ ആയിട്ടുള്ള എലിവേഷനും ടെമ്പറേച്ചറും ഒക്കെയാണ് കാണിക്കുന്നത്. The term isovalue means single value. സിംഗിൾ വാല്യൂ അല്ലെങ്കിൽ സ്കെയിലർ വാല്യൂ, ഒരേ ഒരു വാല്യൂ കാണത്തുള്ളൂ. ആ വാല്യൂവിന്റെ മുകളിലുള്ള പോയിന്റ്സ് വെച്ച് ആ വാല്യൂയുടെ താഴെയുള്ള പോയിന്റ്സ് വെച്ചിട്ടാണ് നമ്മൾ കോണ്ടോർ വരയ്ക്കുന്നത്. It can be formed by considering 2x2 arrays of adjacent data values as corners of a rectangular square and connecting them to generate edges. അതായത് അഡ്ജസന്റ് വാല്യൂസ് എന്ന് പറഞ്ഞാൽ അടുത്തടുത്തുള്ള വാല്യൂ. അപ്പൊ അടുത്തടുത്തുള്ള വാല്യൂയുടെ 2x2 അറേസ് നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് അതിങ്ങനെ കോർണേഴ്സിൽ കൊണ്ടുവെക്കും. ആ കോർണേഴ്സിൽ കൊണ്ടുവെക്കുമ്പോൾ ഒന്നെങ്കിൽ റെക്ടാങ്കിളോ അല്ലെങ്കിൽ സ്ക്വയറോ ഫോം ചെയ്യും. ആ കോർണേഴ്സ് 4 കണക്ട് ചെയ്യുമ്പോൾ ഒരു എഡ്ജസ് ക്രിയേറ്റ് ആവും. അങ്ങനെ ഓരോ ഐസോവാല്യൂ മാപ്പും നമുക്ക് കുറേ ക്ലോസ്ഡ് കോണ്ടേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. Multiple isovalues may be plotted simultaneously using the color, line thickness, line styles or labels to differentiate values. നമുക്ക് കുറേ ഐസോവാല്യൂ മാപ്സ് യൂസ് ചെയ്യാം. അതായത് ഈ കാണിച്ചിരിക്കുന്ന എക്സാമ്പിൾ ഐസോവാല്യൂ മാപ്പ് യൂസ് ചെയ്യുന്നത് കളർ വെച്ച് ഡിഫറൻസ് ചെയ്തേക്കുക ഈ മാപ്പിൽ. അതേ കണക്ക് നമുക്ക് ലൈൻ തിക്നെസ് വെച്ചിട്ട് ഒരു ലൈൻ കട്ടിയായിട്ട് കൂട്ടിയിട്ട് അടുത്ത കോണ്ടർ ലൈൻ തിന്നായിട്ട് വരച്ചിട്ട് അങ്ങനെ നമുക്ക് വരയ്ക്കാം. അല്ലെങ്കിൽ ലൈൻ സ്റ്റൈൽസ്, ബ്രോക്കൺ ലൈൻസ്, ഡോട്ടഡ് ലൈൻസ്, അങ്ങനെ ലൈൻ സ്റ്റൈൽസ് മാറ്റി വരയ്ക്കാം, ലേബിൾസ് മാറ്റി വരയ്ക്കാം. അങ്ങനെ ഓരോ കോണ്ടോർ ലൈൻസ് ഡിഫറെന്റ് ആയിട്ട് നമുക്ക് വരയ്ക്കാം. For multivariate 2D data, we can expand these techniques as we did with 1D data via juxtapositioning and superimpositioning. മൾട്ടിവേരിയറ്റ് ഡേറ്റ എന്ന് പറഞ്ഞാൽ ഓരോ സാമ്പിൾ പോയിന്റിലും ഡിഫറെന്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ് ഉള്ള സ്കേലാർ വാല്യൂസിന്റെ ഒരു ഡേറ്റനെയാണ് മൾട്ടിവേരിയറ്റ് ഡേറ്റ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ മൾട്ടിവേരിയറ്റ് 2D ഡേറ്റ നമുക്ക്
1D ഡേറ്റയിൽ എങ്ങനെയാണോ എക്സ്പാൻഡ് ചെയ്തത് അതാണ് എക്സ്പാൻഡ് ചെയ്യാം. അതായത് ജസ്റ്റ് ആ പൊസിഷനും വെച്ചിട്ട് സൂപ്പർ ഇമ്പോസിഷനും വെച്ചിട്ട്. ജസ്റ്റ് ആ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രണ്ട് കാര്യങ്ങളും നമ്മളിങ്ങനെ അടുക്കി വെച്ചേക്കുക. ആ രണ്ട് സാധനങ്ങളും തമ്മിൽ ഒരു ഗ്യാപ്പും ഇല്ല. അത് ഭയങ്കരമായിട്ട് ക്ലോസ്ഡ് ആയിട്ടിരിക്കുക. അതിനെയാണ് ജസ്റ്റ് ആ പൊസിഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ജസ്റ്റ് ആ പൊസിഷൻ ഡേറ്റ വിഷ്വലൈസേഷനിൽ ഉപയോഗിക്കുമ്പം നമുക്ക് സെവറൽ 2D യൂണിവേരിയറ്റ് വിഷ്വലൈസേഷൻസ്. യൂണിവേരിയറ്റ് എന്ന് പറഞ്ഞാൽ ഒറ്റ വേരിയബിൾ ഉള്ള. അപ്പൊ ഒറ്റ വേരിയബിൾ ഉള്ള കുറെ 2D വിഷ്വലൈസേഷനെ നമുക്ക് അടുക്കി അടുക്കി വെക്കുമ്പോൾ അത് ജസ്റ്റ് ആ പൊസിഷൻ വഴി 3D വിഷ്വലൈസേഷനായി മാറും. Difficult to see some features of the data due to occlusion. Detecting correlation between variables may be difficult. അപ്പം ഇങ്ങനെ അടുക്കി അടുക്കി വെക്കുമ്പം ഒക്കൾഷൻ ക്രിയേറ്റ് ആവും. ഒക്കൾഷൻ എന്ന് പറഞ്ഞാൽ ബ്ലോക്കേജ്. അതായത് രണ്ട് ഡേറ്റ തമ്മിലുള്ള ഫീച്ചേഴ്സ് നമുക്ക് മനസ്സിലാകത്തില്ല. രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള കോറിലേഷൻ കണ്ടുപിടിക്കാൻ പാടായിരിക്കും. ജസ്റ്റ് പൊസിഷൻ ചെയ്യുമ്പോൾ ഇതൊക്കെ ഡിസഡ്വാൻറ്റേജസ് ആണ്. This technique is also limited in terms of number of variables that can be readily accommodated. അതായത് ഈ ജസ്റ്റ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചേക്കുമായിരിക്കുമല്ലോ. അപ്പം നമുക്ക് ഇഷ്ടപ്രകാരം ഇങ്ങനെ കുറെ വേരിയബിൾസ് ഒന്നും അക്കോമഡേറ്റ് ചെയ്യാൻ, അതായത് ഫിറ്റ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. സൂപ്പർ ഇമ്പോസിഷൻ ആണ് സിമിലർലി ലിമിറ്റഡ് in terms of number of variables that can be handled. For example, cityscapes. സൂപ്പർ ഇമ്പോസിഷനും ജസ്റ്റ് ആ പൊസിഷൻ പോലെ തന്നെ ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചേക്കുമായിരിക്കും. പക്ഷെ സൂപ്പർ ഇമ്പോസിഷനിൽ നമുക്ക് ഓരോ ലെയറും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. അതാണ് സൂപ്പർ ഇമ്പോസിഷനും ജസ്റ്റ് ആ പൊസിഷനും തമ്മിലുള്ള വ്യത്യാസം. അപ്പം സൂപ്പർ ഇമ്പോസിഷൻ നമുക്ക് ഇങ്ങനെ ഓരോ ലെയർ കാണാൻ പറ്റുമെങ്കിൽ പോലും നമുക്ക് നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ഈ നമ്പർ ഓഫ് വേരിയബിൾസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഫിറ്റ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. നമുക്ക് കുറച്ച് നമ്പർ ഓഫ് വേരിയബിൾസേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. എക്സാമ്പിൾ സിറ്റീസ്കേപ്സ്. സിറ്റീസ്കേപ്സ് നമ്മൾ നേരത്തെ പഠിച്ചല്ലോ. സിറ്റീസ്കേപ്സിൽ തന്നെ ഒരു 3-4-5 വേരിയബിൾസ് വെക്കുമ്പോൾ തന്നെ അതിങ്ങനെ അടുക്കി അടുക്കിയാകും. പിന്നെ അത് തമ്മിലുള്ള ഫീച്ചേഴ്സും ഒക്കെ കാണാൻ ഭയങ്കര പാടായിരിക്കും. ഒരു ഡേറ്റയുടെ ഫീച്ചേഴ്സോ ഓരോ കളർ എന്ത് റെപ്രസെന്റ് ചെയ്യുന്നത് അതൊക്കെ കണ്ടുപിടിക്കാൻ ഭയങ്കര പാടായിരിക്കും. With translucent surface, one could layer multiple rubber sheets and by varying the individual opacities, different layers could be revealed. ട്രാൻസ്ലൂസൻ്റ് എന്ന് പറഞ്ഞാൽ പകുതി കാണാൻ പറ്റും. അതായത് വലിയ വലിയ അടവായിരിക്കത്തില്ല. എന്ന് വെച്ചാൽ ചെറുതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പുറത്തുള്ളതിനെ. അതിനെയാണ് ട്രാൻസ്ലൂസൻറ്റ് സർഫസ് എന്ന് പറയുന്നത്. അതായത് സെമി ട്രാൻസ്പാരൻറ്റ്. അതിനാണ് ട്രാൻസ്ലൂസൻറ്റ് സർഫസ്. അങ്ങനെ ഒരു ട്രാൻസ്ലൂസൻറ്റ് സർഫസിൽ നമുക്ക് മൾട്ടിപ്പിൾ റബ്ബർ ഷീറ്റ്സ്, കുറേ റബ്ബർ ഷീറ്റ്സ് ഇങ്ങനെ അടുക്കി അടുക്കി വെക്കാം. പക്ഷെ ആ റബ്ബർ ഷീറ്റ്സിന്റെ ഒപ്പേസിറ്റി എന്ന് പറഞ്ഞാൽ ആ ബ്ലോക്കേജ്, അതായത് അതിന്റെ കനം, ആ കട്ടി നമുക്ക് അപ്പുറത്തോട്ട് കാണാൻ പറ്റുന്നതിന്റെ ഒരു അളവ്, അതൊക്കെ നമ്മളിങ്ങനെ മാറ്റി മാറ്റി വെക്കണം. വേരിങ്. ഇപ്പൊ ഒരു ലെയറിൽ നല്ലോണം കാണാൻ പറ്റുമെങ്കിൽ അടുത്ത ലെയറിൽ ചിലപ്പോൾ കുറച്ച് കൂട്ടിയോ അങ്ങനെയൊക്കെ വെക്കണം. അങ്ങനെയൊക്കെ വെക്കുവാണെങ്കിൽ നമുക്ക് എല്ലാ ലെയേഴ്സും കാണാൻ പറ്റും. Maps are perhaps the most common example of superimposed 2D data visualization. This digital map is generally composed of multiple layers of point, linear and area features. അപ്പം മാപ്സ് ആണ് ബെസ്റ്റ് എക്സാമ്പിൾ സൂപ്പർ ഇമ്പോസിഷനിലെ. സൂപ്പർ ഇമ്പോസിഷൻ അതായത് മാപ്സിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാം ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഒരു കാര്യം നല്ല കൃത്യമായിട്ട് മാപ്പിൽ കാണാൻ പറ്റും. അതായത് പോയിന്റ് ഫീച്ചേഴ്സും ലീനിയർ ഫീച്ചേഴ്സും ഏരിയ ഫീച്ചേഴ്സും എല്ലാം ഉണ്ട് മാപ്പിൽ. പക്ഷെ നമുക്ക് ഒരു പോയിന്റ് കൃത്യമായിട്ട് കാണാൻ പറ്റും. നെക്സ്റ്റ് ടോപ്പിക് ആണ് പ്രോബിംഗ് 2-dimensional ഡേറ്റ. പ്രോബിംഗ് എന്ന് പറഞ്ഞാൽ എക്സ്പ്ലോറിങ്, അതായത് കുറച്ചും കൂടെ കാര്യങ്ങൾ 2-dimensional ഡേറ്റയെ പറ്റി നമ്മൾ പഠിക്കാൻ പോവാണ്. We can also choose to visualize 1-dimensional subsets, projections or summarizations of the data. Let us examine some of the projection options in detail. അപ്പം നമുക്ക് ഇപ്പൊ പറഞ്ഞ നമ്മൾ ഡേറ്റിനെ പറ്റി നമ്മൾ മൊത്തത്തിലൊരു ഡേറ്റ തന്നെ എങ്ങനെ ചെയ്യുമെന്നാണ് നമ്മൾ ഇത്ര നേരം പഠിച്ചത്. അപ്പൊ ഇനി വേണമെങ്കിൽ നമുക്ക് 1-dimensional സബ്സെറ്റ്സ്, അതായത് ഇപ്പൊ കുറെ ഗ്രൂപ്പ് ഓഫ് വാല്യൂസ് ഉണ്ട്. ഒരു ഗ്രൂപ്പിലെ കുറെ വാല്യൂസ്, അതിനകത്ത് കുഞ്ഞു പാർട്ടാണ് സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പൊ അങ്ങനെ ഒരു 1-dimensional സബ്സെറ്റിനെ നമുക്ക് വിഷ്വലൈസ് ചെയ്യാം. അല്ലെങ്കിൽ പ്രൊജക്ഷൻസ് എന്ന് പറഞ്ഞാൽ പ്രസന്റ് വാല്യൂ വെച്ച് ഫ്യൂച്ചറിനെ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. അങ്ങനെ പ്രൊജക്ഷൻസിനെ വിഷ്വലൈസ് ചെയ്യാം. അല്ലെങ്കിൽ സമ്മറൈസേഷൻ, ഒരു സമ്മറി നമുക്ക് വിഷ്വലൈസ് ചെയ്യാം.
ഇങ്ങനെയൊക്കെ നമുക്ക് ടു ഡയമെൻഷണൽ ഡേറ്റ ഇതിനെയൊക്കെ നമുക്ക് വിഷ്വലൈസ് ചെയ്യാം. അപ്പം അങ്ങനെ പ്രൊജക്ഷൻസ് വിഷ്വലൈസ് ചെയ്യുന്ന 3 രീതിയാണ് ഫ്രീക്വൻസി ഹിസ്റ്റോഗ്രാം, റോ ആൻഡ് കോളം അഗ്രിഗേഷൻ, ലീനിയർ പ്രോബ്സ്. First one, frequency histogram. Summarize data sets of arbitrary dimensionality by computing frequency at which values or subranges of values occur in the data, and then display this as a bar diagram. ഫ്രീക്വൻസി ഹിസ്റ്റോഗ്രാമിൽ നമ്മൾ ആർബിട്രറി ഡയമെൻഷനാലിറ്റിയുടെ ഡേറ്റയെ സമ്മറൈസ് ചെയ്യും. ആർബിട്രറി ഡയമെൻഷനാലിറ്റി ഡേറ്റ എന്ന് പറഞ്ഞാൽ റാൻഡം ആയിട്ട് കുറേ ഡേറ്റ കാണും. അതിന് ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റീസ് ആയിരിക്കും അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഫീച്ചേഴ്സ് ആയിരിക്കും. പക്ഷെ നമ്മൾ കാണുമ്പോൾ എല്ലാം റിയൽ ആയിട്ട് തോന്നും. ഇതിനെയാണ് ആർബിട്രറി ഡയമെൻഷനാലിറ്റിയിലുള്ള ഡേറ്റ എന്ന് പറഞ്ഞാൽ. അപ്പം അങ്ങനത്തുള്ള ഡേറ്റ സെറ്റ്സിനെ സമ്മറൈസ് ചെയ്യും. അതാണ് ഫ്രീക്വൻസി ഹിസ്റ്റോഗ്രാമിൽ ടു ഡയമെൻഷണൽ ഡേറ്റ ഇങ്ങനെ ഫ്രീക്വൻസി ഹിസ്റ്റോഗ്രാമിൽ നമ്മൾ കാണിക്കുന്നത്. അപ്പം അത് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഡേറ്റയിലുള്ള വാല്യൂസ് വെച്ചിട്ടോ അല്ലെങ്കിൽ സബ് റേഞ്ചസ് ഓഫ് വാല്യൂ. സബ് റേഞ്ചസ് ഓഫ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു ഡേറ്റയിൽ കുറേ വാല്യൂസ് കാണും. ആ ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് വാല്യൂസിനാണ് സബ് റേഞ്ചസ് ഓഫ് വാല്യൂ. അല്ലെങ്കിൽ അത് പർട്ടിക്കുലർ ടൈപ്പ്, ഡെസിമൽ ആണെങ്കിൽ ഡെസിമൽ, അങ്ങനെ പർട്ടിക്കുലർ ടൈപ്പ് എൻ്റെ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ സബ് റേഞ്ചസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ സബ് റേഞ്ചസ് ഓഫ് വാല്യൂസ് വെച്ചിട്ട് നമ്മൾ ആദ്യം ഫ്രീക്വൻസി കണ്ടുപിടിക്കും. എന്നിട്ട് നമ്മൾ സാധാരണ ഫ്രീക്വൻസി ഹിസ്റ്റോഗ്രാം വരയ്ക്കുന്ന കണക്ക് ബാർ ഡയഗ്രാം വെച്ചിട്ട് ഡിസ്പ്ലേ ചെയ്യും. Considerations when using subranges are how to decide the number of subranges to use and where the breaks between subranges should be. നമ്മൾ എപ്പോഴും സബ്റേഞ്ചസ് ചൂസ് ചെയ്യുമ്പം നമ്മൾ എത്ര സബ്റേഞ്ചസ് വേണം, അതായത് എവിടെ ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ഡേറ്റാസിന് ഒരു ഗ്രൂപ്പിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡേറ്റാസ് കാണും. അങ്ങനെ എത്രയൊക്കെ സബ്റേഞ്ചസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത് നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യണം. പിന്നെ നമ്മൾ ഒരു സബ്റേഞ്ചസിൽ എവിടെ ബ്രേക്ക് ചെയ്യണം, അതായത് ഒരു സബ്റേഞ്ചസിൽ ഏതൊക്കെ ടൈപ്പ് വേണം. അടുത്ത സബ്റേഞ്ചസ് ആകുമ്പം അടുത്ത സബ്റേഞ്ചസിലെ വാല്യൂസ് ഒന്നും ഇതിനകത്ത് കാണാൻ പാടില്ല. അതുകൊണ്ട് രണ്ട് തമ്മിൽ അതായത് ബ്രേക്സ് നമ്മൾ കൺസിഡർ ചെയ്യണം. ഷുഡ് ബി ഡൺ ബൈ സമ്മൺ ഫെമിലിയർ. ഇതൊന്നും ഈ ഡേറ്റയെ പറ്റി അറിയാത്തതൊക്കെ ആൾ ചെയ്തത് വലിയ ഫ്യൂച്ചറിൽ റിസ്ക് ആകും. അതുകൊണ്ട് ഇതൊക്കെ അറിയാവുന്നതിന് വേണം ഇത് ചെയ്യാൻ. അടുത്തത് row and column aggregations. The row and or columns of an image is a useful mechanism for restricting the boundaries of features of interest and regions with varying consistency. അതായത് ഒരു ഇമേജിന്റെ സമ്മറൈസേഷൻ നമുക്ക് റോ ആൻഡ് കോളം അഗ്രിഗേഷൻ വഴി കണ്ടുപിടിക്കാം. അത് വളരെ ഒരു യൂസ്ഫുൾ മെക്കാനിസം ആണ് ഫോർ റെസ്ട്രിക്റ്റിംഗ് ദ ബൗണ്ടറീസ് ഓഫ് ഫീച്ചേഴ്സ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് റീജിയൻസ് വിത്ത് വേരിയിങ് കൺസിസ്റ്റൻസി. ബൗണ്ടറീസ് ഓഫ് ഫീച്ചേഴ്സ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നോട്ട് വർത്തി ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, ഡേറ്റയിൽ ഇമേജിൽ ആവശ്യമുള്ള കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ റെസ്ട്രിക്റ്റ് ചെയ്ത് തടഞ്ഞു വെക്കാൻ സാധിക്കും. അതുമാത്രമല്ല റീജിയൻസ് വിത്ത് വേരിയിങ് കൺസിസ്റ്റൻസീസ്, അതായത് സ്ഥിരതയില്ലാത്ത റീജിയൻസ്, അതിനെ കൺസിസ്റ്റന്റ് അല്ലാത്ത റീജിയൻസിനെ നമുക്ക് റെസ്ട്രിക്റ്റ് ആക്കി വെക്കാം. അപ്പം അതിനൊക്കെ വേണ്ടിയാണ് ഈ റോ ആൻഡ് കോളം അഗ്രിഗേഷൻസ് കണ്ടുപിടിക്കുന്നത്. Main descriptors can be used for this purpose, including the sum, average, median, standard deviation, maximum or minimum values. ഈ അഗ്രിഗേഷൻ കണ്ടുപിടിക്കുക, അതായത് ഒരു ഇമേജിന്റെ സമ്മറി കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് സം ഉപയോഗിക്കാം, ആവറേജ് ഉപയോഗിക്കാം, മീഡിയൻ ഉപയോഗിക്കാം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഏറ്റവും മാക്സിമം വാല്യൂസ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഏറ്റവും ചെറിയ വാല്യൂസ് വെച്ചിട്ടോ മിനിമം വാല്യൂസ് വെച്ചിട്ടോ അഗ്രിഗേഷൻ ചെയ്യാം. Color bars, line plots, bar graphs have all been used with success in this type of visualization. അതായത് റോ ആൻഡ് കോളം അഗ്രിഗേഷൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് വേണമെങ്കിൽ പറയാം. കാരണം ഈ കളർ ബാർസും ലൈൻ പ്ലോട്ട്സും ബാർ ഗ്രാഫ്സും ഒക്കെ റോ ആൻഡ് കോളം അഗ്രിഗേഷൻ വെച്ച് യൂസ് ചെയ്തപ്പോൾ സക്സസ് ആയി മാത്രം വന്നിട്ടുള്ളതുകൊണ്ട്. അവസാനത്തെ പോർഷൻ ലൈൻ പ്രോബ്. ലൈൻ പ്രോബ് എന്ന് പറഞ്ഞാൽ ലൈൻ ഇസ് പാസ് ത്രൂ ദ ഡേറ്റ ആൻഡ് ദ വാല്യൂസ് എൻകൗണ്ടർഡ് ആർ വിഷ്വലൈസ്ഡ്. അതായത് ഒരു സിലിണ്ടർ എടുക്കുകയെന്ന് വിചാരിച്ചു. ആ സിലിണ്ടർ നമ്മൾ വേറെ വേറെ എലിവേഷനിൽ കൊണ്ടുവെക്കുന്നു. ആ വേറെ വേറെ എലിവേഷനിൽ കൊണ്ടുവെക്കുമ്പോൾ അവിടുത്തെ ടെമ്പറേച്ചർ അറിയണമെങ്കിൽ നമുക്ക് ലൈൻ പ്രോബ് ഉപയോഗിക്കാം. അതായത് ഒരു ഡേറ്റ ഉണ്ടെങ്കിൽ ആ ഡേറ്റയുടെ അക്രോസ് ആയിട്ട് നമ്മളൊരു ലൈൻ പാസ് ചെയ്യിപ്പിക്കും. എന്നിട്ട് ആ ലൈൻ ഡേറ്റയുടെ ഏതൊക്കെ വാല്യൂസിൽ പോയി തൊടുന്നോ അതെല്ലാം വിഷ്വലൈസ് ചെയ്യും. അതാണ് ലൈൻ പ്രോബ് എന്ന് വെച്ചാൽ. അപ്പോൾ ആ ഫിഗറിൽ ആ ഡയഗ്രാമിൽ കാണിച്ച കണക്ക് ആ ലൈൻ തുടങ്ങുന്നിടം തൊട്ട് ആ ലൈൻ തീരുന്നിടം വരെയുള്ള ആ ലൈൻ ഏതൊക്കെ വാല്യൂസ് തൊടുന്നോ ആ വാല്യൂസ് എല്ലാം നമുക്ക് വിഷ്വലൈസ് ചെയ്ത് കാണാൻ പറ്റും.
പിന്നെ ഇതൊരു 2D ഡേറ്റയുടെ ഇടയിൽ കൂടെ ആയിരിക്കും ഈ ലൈൻ പാസ് ചെയ്യുന്നത്. അപ്പോൾ ഇതോടെ സെമിനാർ പോർഷൻസ് കഴിഞ്ഞു. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ്.